ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താ പറയുക, വലിച്ചു നീട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, വേഗം പറയാം നിങ്ങളോട്. സംഭവം എന്തില്ലെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് ആക്കുന്നതിനെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ആക്കുന്ന അപ്പോൾ മുതൽ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ എന്നോട്, ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും മെസ്സേജ് ആയിട്ടും കമൻ്റ് ആയിട്ടും എല്ലാം, നീ എങ്ങനെ ഡ്രൈവിങ് പഠിച്ചത്? നമ്മളെല്ലാം കുറച്ചാളെല്ലാം പഠിച്ചിന്, ലൈസൻസും കിട്ടീന്, പക്ഷെ അത് കപ്പാട്ടിൽ പാങ്ങൽ വെച്ചതല്ലാതെ അതിന് പുറത്തെടുക്കാനൊരു ധൈര്യം വന്നിട്ടില്ല. എങ്ങനെയെന്നൊന്ന് പറഞ്ഞു തരുമോ, നീ ഓട്ടുന്ന കാണുമ്പോൾ ഞങ്ങൾക്കും ഓട്ടാനൊരു ആസാന്ന് അങ്ങനെല്ലാം പറഞ്ഞിട്ട് കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ആളോട് പറഞ്ഞു നിൽക്കുക, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് എങ്ങനെ എന്ത് എന്നെല്ലാം അറിയാമല്ലോ. ആണുങ്ങൾ ഡ്രൈവിംഗ് ആക്കുന്ന പോലെ അല്ലല്ലോ, പെണ്ണുങ്ങൾ ആക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീൽ അത്. അപ്പം ഞാൻ ഡ്രൈവിങ്ങിൻ്റെ സ്റ്റോറേജ് ഇല്ലെങ്കിലേ കുറേ ഉണ്ട്, പക്ഷെ നമ്മൾ ചുരുക്കിയിട്ട് കുറച്ചാക്കിയിട്ട് ചെല്ലാം. ഓക്കെ, എന്ത് നിലയില്ലേ, പണ്ട് മംഗലയിഞ്ഞ പാടെന്നേലേ ഈ മാപ്പിളായെങ്കിലും മാപ്പിളുടെ ഉമ്മായെങ്കിലും അച്ഛനും എല്ലാവരും ചൊല്ലിക്കൊണ്ടേ പഠിക്കുന്നു. പക്ഷേ പഠിക്കുന്നത് പറഞ്ഞല്ലാതെ നമുക്ക് അതിനൊരു പഠിക്കാനുള്ളൊരു ഇതല്ല, സമയം സെറ്റായിട്ടില്ല. എപ്പോഴും ഇരിക്കുന്നു കൂടണോ എന്നിട്ട് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് കൂടിയത് എപ്പോഴോ മംഗലം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 കൊല്ലത്തിന് ശേഷമാണ്. ആഴത്തോളിങ്ങനെ ഓരോന്നായിട്ടില്ലേ ഇങ്ങനെ നീട്ടിക്കൊണ്ട് വന്നത്. എന്തൊരു സംഭവം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയെങ്കിൽ അത് നീണ്ടോണ്ട് പോകും. ഇപ്പം ചെയ്യണമെന്ന് കേട്ടുപിടിയല്ല, എന്തെങ്കിലും ഒന്ന് തീരുമാനം എടുത്ത് ചെയ്തെങ്കിലേ ഇല്ലെങ്കിൽ പോയി. ഇതെന്തെല്ലാം ഡയലോഗ് കളിക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ പോകുന്ന പറഞ്ഞാൽ എന്തും മുണ്ടണ്ട, നിങ്ങൾ പിന്നെ ഇരുത്തല ഞാൻ അതുകൊണ്ട് എൻ്റെ വണ്ടിയിൽ ഇരുന്ന് എന്നെ പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് ഡ്രൈവിങ് അറിയുന്നവരൊക്കെ ഇരുന്നെങ്കിൽ അവർക്കൊരു ഒരു പിക്കറല്ലേ, അങ്ങനെ നേരെ പോയി അപ്പുറത്തല പോയി എന്നിട്ട് അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ മാഷാഅല്ലാഹ് ഇപ്പം എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നുന്നത് എന്താ പറയുക, ഈ അസ്രുവിനിപ്പോൾ ഓട്ടാൻ കഴിയാത്ത ഒരു ടൈമല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിയോക്ക് പോകാണ്ട് അല്ലെങ്കിൽ ടൗണിൽ പോകാണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് പോകാണ്ട് അവിടെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കണം, അല്ലെങ്കിൽ മിജാദ് ഡ്രൈവിംഗ് ആക്കുന്നത് മിജാദിനെ കേൾക്കണം. ഓന് കോളേജും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ ഓനെ അങ്ങനെ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ടൈമിനില്ലേ ഭയങ്കര ആവശ്യമായി ഞങ്ങൾക്ക് ഡ്രൈവിങ് അറിയേണ്ടത്. കറക്റ്റ് ടൈമിന് പഠിച്ചത് തന്നെ അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സന്തോഷമായി അറിയാം. അതിങ്ങനെ ഓട്ടിക്കൊണ്ട് പോകാൻ പോക്കും മാപ്പിളുടെ ഫ്രണ്ടിൽ തിരി കൊണ്ടുപോകുമ്പോക്കും അതിനായിട്ട് സന്തോഷം, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെല്ലുമ്പോൾ വലിയ പ്രോ ഡ്രൈവറൊന്നുമല്ല, ഞാൻ സാധാരണ ഇങ്ങനെ മെല്ലെ നമ്മളെ സൈഡിൽ മെല്ലെ ഒരു 40-60 പോയെങ്കിലേ എന്ത് പഠിക്കണ്ട, അവിടെ ഉച്ചയ്ക്ക് നമ്മൾ മെല്ലെ പോയെങ്കിൽ ഓവറായിട്ടൊന്നും നമ്മൾ അങ്ങനെ പെണ്ണുങ്ങൾ എന്തായാലും പോകില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കണം അറിയോ, ആരെങ്കിലും ഡ്രൈവിങ് പഠിച്ചോറുണ്ടെങ്കിൽ, ഇനി പഠിക്കുന്നവരുണ്ടെങ്കിൽ ഡ്രൈവിങ് പഠിച്ചപ്പന്നേല് വണ്ടി എടുക്കണമെന്നില്ലെങ്കിൽ പഠിച്ചാലേ എടുക്കണമെന്നല്ല, കുറച്ച് നമ്മൾ അടുത്തുള്ള ഗ്രൗണ്ടിലെല്ലാം കുറച്ച് ദിവസം ഒരാഴ്ചയെല്ലാം എടുക്കണം. എന്നിട്ട് മെല്ലെ റോട്ടിലേക്ക് കയറുമ്പോൾ അങ്ങനെ നമ്മളെ മക്കളാ അല്ലെങ്കിൽ ആങ്ങളന്മാരാ എല്ലാവരെയും നമ്മളെ അടുത്താരെങ്കിലും മാപ്പിളന്മാർ നൈസായിട്ട് ക്യാൻസലാക്കുന്നതാണ് നല്ലത്. മക്കളെയും പ്രശ്നമില്ല, അങ്ങനെ സൈഡിലിരുത്തിയിട്ടില്ലേ മെല്ലെ ഉള്ളിലെ റോട്ടിലെല്ലാം ഒന്ന് ട്രൈ ആക്കി നോക്കാം. പിന്നെ മെല്ലെ നമ്മൾ ഹൈവേയിൽ മെല്ലെ സൈഡിലെ കൂടിയിട്ട് പോകുന്നെങ്കിൽ എന്ത് പ്രശ്നമില്ല. സ്റ്റെയറിങ് നമ്മൾ സ്റ്റഡി ആക്കിയെങ്കിലേ എന്തായാലും നമുക്ക് ഡ്രൈവിങ് അല്ലാതെ വണ്ടി ഓട്ടാൻ കഴിയും. പിന്നെ നമുക്ക് പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് നമുക്ക് വണ്ടി ഉണ്ടെങ്കിലേ പിന്നെ എന്ത് പഠിക്കണം, എന്തായാലും തട്ടിയെങ്കും മുട്ടിയെങ്കും നമ്മൾ തന്നെ അല്ലേ ഒരു ധൈര്യത്തിൽ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ തട്ടാതെ മുട്ടാതെ ഇരിക്കട്ടെ എന്നാലും ഞാൻ പറഞ്ഞത്. ഞാനില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, ഞാൻ എന്ത് ഇതാക്കി ഞാൻ വിചാരിച്ചോണ്ടേ ഡ്രൈവിങ് എന്നെ കൊണ്ട് കഴിയാത്ത സംഭവം. അത് നമ്മൾ അധികം ഒരു 75% പെണ്ണുങ്ങളും നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ ഡ്രൈവിങ് നമ്മളെ കൊണ്ട് കഴിയേയില്ല. അയ്യതൊരു വലിയ വണ്ടി വരുമ്പോൾ എന്നെ പേടിയാന്ന് എങ്ങനെ ഓട്ടുന്നിപ്പം അങ്ങനെ എല്ലാവരും വിചാരിക്കും പോലെ ഞാൻ വിചാരിച്ചു ഓണ്ടായി എന്നെ കൊണ്ട് പറ്റാത്ത സംഭവം ഡ്രൈവിങ്ങിന്ന്. പക്ഷേ മാഷാ അല്ലാഹ് ഇപ്പോൾ ഡ്രൈവിങ് പഠിച്ചിട്ടില്ലേ, ഇപ്പോൾ റോഡിലെ വണ്ടിയെ കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ഒരു മനസ്സിലേക്ക് ഒരു പ്രൗഡ് മൊമെൻ്റാണ് നമുക്ക് ഇപ്പോഴും ഓട്ടിക്കൊണ്ട് പോകുമ്പോൾ. നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി ഓട്ടുന്നതിലും എന്തോ ഒരു സന്തോഷമാണ് മനസ്സിലേക്ക്, മാഷാ അല്ലാഹ്. അങ്ങനെ അപ്പോൾ നമുക്കില്ലേ നമ്മൾ വിചാരിച്ചാലേ നമുക്ക് എന്ത് കഴിയും. അത് ഡ്രൈവിംഗ് അല്ല, എന്ത് സംഭവം അങ്ങനെ നമുക്ക് കയ്യല, എന്നെ കൊണ്ട് എന്ത് പറ്റേല, ഞങ്ങൾക്കെന്തും അറിയുന്നില്ല, ഞങ്ങൾക്ക് കയ്യല എന്നുള്ളത് വിചാരിച്ചെങ്കിലേ നമ്മൾ അവിടെ തന്നെ ഒരു മൂലക്ക് കിച്ചണിൻ്റെ ഉള്ളിൽ തന്നെ ബാക്കിയാവും. അതുകൊണ്ട് ഉള്ള കഴിവ് വെച്ചിട്ട് നമുക്ക് എന്ത് കഴിയുന്നു നമ്മളെ കൊണ്ട്
അതെല്ലാം ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഒരു കുറച്ച് ദിവസത്തെ ദുനിയാവല്ലേ, കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും മരിച്ചിട്ട് പോകും, ഞാനും പോകും, നമ്മളെല്ലാവരും മരിക്കുന്ന ആൾക്കാർ തന്നെ. അതിന് മുമ്പ് നമ്മളെ കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങളല്ലേ ഇല്ലേ, അതെല്ലാം തീർത്ത് തന്നെ മരിച്ചിടാന്ന്. അഹങ്കാരത്തോടെ ആഡംബരത്തോടെ വലിയ അതിർപ്പത്തിൽ അങ്ങനെയൊന്നും വേണ്ട. നമ്മളെ കഴിവ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കഴിയുന്നു, നമ്മളൊരു വരുമാനത്തിനനുസരിച്ചിട്ട് നമുക്ക് കഴിയുന്നതനുസരിച്ചിട്ട് അതിന് വലിയ രണ്ടട്ടിൻ്റെ പേരാണോ വലിയ അതാണോ ഇതാണോ അങ്ങനെയാണോ അങ്ങനെ എന്തുള്ളത് ഉള്ളത് വെച്ചിട്ട് നമ്മൾ സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കാൻ നോക്കാം. അത് എന്തൊരായെങ്കിലും. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, നമ്മളെ ഫ്രണ്ടിലെല്ലാം കമ്പൗണ്ട് കെട്ടിയിട്ടുണ്ടായിന്, ബാക്ക് സൈഡ് കുറച്ച് ബാക്കിയുണ്ടായി കമ്പൗണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്. അത് മറ്റേ ആടെ കാട്ടുവരയിൽ പണ്ടത്തെ ഒരു 100 കൊല്ലം ആയിട്ടുണ്ടാവും എന്ന് അറിയില്ല, അപ്പം ഉണ്ടായ കമ്പൗണ്ട് തന്നെയാണ് നമ്മളെ പോരൻ്റെ ബാക്കിൽ. അങ്ങനെ അതിനെ ഒന്ന് പൊളിച്ചിട്ട് അവിടെ ഒരു പുതിയ കമ്പൗണ്ടെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് അവിടെ JCBയും ലോറിയെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം കാണിക്കാം അതിൻ്റെ സംഭവം. അപ്പോൾ ഇപ്പം ഞാനില്ലേ രാവിലെ എപ്പോൾ പോയി ഞാൻ വീഡിയോ എടുക്കുന്നത് ഓർമ്മയില്ല. അപ്പോൾ ഇതിപ്പോൾ മില്ലറ്റെല്ലാം കൊണ്ടുവന്നിട്ടില്ലേ, രാവിലെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലെല്ലാം സുഖമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ റൊട്ടീനും കാര്യങ്ങളും കുറച്ച് ഇതെല്ലാം ഉണ്ട്. എത്ര ദിവസം ഉണ്ടാവും അറിയില്ല. അപ്പോൾ കഴിഞ്ഞത്ര ഓയിൽ ഫുഡ്, കഴിഞ്ഞത്ര ബീഫ്, മട്ടൻ അങ്ങനെ ഇങ്ങനെ അതെല്ലാം ഒഴിവാക്കിയിട്ട് പ്രോട്ടീനുള്ളത് കാർബണുള്ളത്. ഇപ്പോൾ ഇവിടെ ഇതന്നെ വിശ്വയിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, മുട്ടയിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, നേന്ത്രയിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, പയറിൽ എത്ര പ്രോട്ടീൻ തന്നെ. ഇപ്പോൾ പപ്പാക്കും മക്കൾക്കെല്ലാം വിശ്വപ്പ് തന്നെ അറിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിലില്ല ഞാൻ രാവിലെ തന്നുക്കുള്ള ടിഫിൻ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോഴും വിചാരിക്കുന്നത് നല്ല വെറൈറ്റി റെസിപ്പീസ് എല്ലാം കാണിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്യണോ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നല്ലോ, പക്ഷേ ഒന്നിനൊരു സാഹചര്യം സെറ്റാകുന്നില്ല. നോക്കട്ടെ, ഇടയിലിടയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പം ഞാനില്ല തനിക്ക് നല്ല ചൂട് ചോറുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മുമ്പല്ലേ ടിഫിനെല്ലാം റെഡിയാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. 3 ആൾ ഉണ്ടാകുമ്പോൾ മിതാദുക്കും മിന്നുക്കും തന്നുക്കെല്ലാം. പക്ഷെ ഇപ്പം മിതാദ് കോളേജിലായി, മിന്നുക്കും പ്ലസ് സ്കൂളിലായി. മിന്നു അവിടെ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്, സ്കൂളിൽ നിന്ന് തന്നെ. ചൂട് ചോറ് കറിയെല്ലാം ഉണ്ടും അത് മതി എന്നിട്ട് ഉള്ള ടിഫിനുണ്ടോ അല്ല. ഇപ്പം തന്നുക്ക് മാത്രം. അപ്പോൾ ഒരാൾക്കായിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. മുന്നേ 3 ആൾക്ക് കൊടുത്തോണ്ട് അങ്ങനെ. പിന്നെ തന്നുവിന് ചൂട് ചോറും കറിയെല്ലാം ഇഷ്ടമാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ. അങ്ങനെ ഞാൻ ചൂട് ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു ഇത്തിരി അച്ചാറില്ലേ, ഞാൻ തന്നെ ഉണ്ടാക്കി അച്ചാറുണ്ടായി. അങ്ങനെ അച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുക്കുംബർ, മാംഗോ, പിന്നെ എന്തുണ്ടായിന് ചെമ്മീൻ്റെ എന്തോ ജസ്റ്റ് കുറുമ ഉണ്ടായിന്. പിന്നെ കുറച്ച് പായസം ഉണ്ടായിന്. അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് തന്നുവിൻ്റെ ഫുഡ് റെഡിയാക്കുന്നുണ്ട്. രാവിലെ നമ്മൾ നേരത്തെ വെച്ചെങ്കിലേ നല്ല ടൈമുണ്ട്. കുറച്ച് ലേറ്റായി പോയെങ്കിലേ പിന്നെ ഹറിവറിയായിട്ട് ഒന്നിനും ടൈമില്ല. അപ്പോൾ രാവിലെ ആ ഒരു ടൈമിന് തന്നെയാണ് ഈ പിള്ളേരെ സ്കൂളത്തെ ടിഫിന് റെഡിയാകുന്ന ടൈമിന് തന്നെയാണ് ഫിസിയോതെറാപ്പിക്കും വരുന്നത്. ഒരു 8-8:30 മണി ആ ഒരു ടൈമിൽ. അപ്പം തന്നെ അതും ഇതും എല്ലാം ആകെ ഒരു ചക്കരക്കഞ്ഞാന്ന് രാവിലെ. എന്തുമില്ല, അവിടെ ബസ്റിനെ ഫ്രഷ് ആക്കിയിട്ട് ആ റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ മതി. പിന്നെ അവന് ഫിസിയോ ആയിട്ട് പോയിക്കോളും. പക്ഷെ ആ ടൈം ആകുമ്പോൾ എല്ലാം റെഡിയാണ്, ഗുളിക കഴിച്ചിട്ടും ഫുഡ് കഴിച്ചിട്ടും പിള്ളേരെ ടിഫിൻ ആകുമ്പോൾക്ക്. അപ്പോൾ ഒരു ദിവസത്തെ ടിഫിൻ അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചൂട് ചോറും വേളക്കറിയും പിന്നെ ഒരു മുട്ട ഓംപ്ലേറ്റ്, പിന്നെ അച്ചാർ, പിന്നെ ഒരു 4 ചെമ്മീൻ എടുത്തിട്ടില്ലേ ഒക്കെ മാത്രം വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായി. അതിനെ വേദന ജസ്റ്റ് ഒരു ഫ്രൈ പോലെ ആക്കിയിട്ട് അങ്ങനെ കൊടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെമ്മീൻ മസാല എല്ലാം ചെറുതുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് വയ്ക്കുമ്പോൾ നല്ലൊരു വാങ്ങല്ലേ ഈ ടിഫിനില്ലേ. കുറേ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എന്നെ സെയിലാക്കുന്ന ടിഫിനാണ്. ഇതിന് 700, 800 അങ്ങനെയുള്ള റേറ്റ് വരും. കുറച്ച് കോസ്റ്റ്ലിയാണ് സംഭവം, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഉണ്ട്, കാണാനും നല്ല ലുക്കും ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട് അങ്ങനെ. അപ്പോൾ അന്ന് തന്നെയല്ലേ ഞാൻ കുറച്ച് ലേറ്റായി പോയി ഞാൻ നിൽക്കുമ്പോൾ. അപ്പോൾ ഒന്നാകെ ലേറ്റായി, രാവിലെ ലേറ്റായിട്ടാകുമ്പോൾ അങ്ങനെ എന്താക്കി തന്നോണി ഞാൻ ചൂട് ചോറ് തന്നെ കൊടുത്തു. ഇത് വെച്ചിട്ട് പോയി തന്നെ വന്നിട്ട് ഇത് പിന്നെ ആയിരിക്കും. ഇപ്പോൾ ഒന്നിന് ജാം ഇട്ടിട്ട് ബ്രെഡ് ടോസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ കൊടുത്തു. പിന്നെ ഒന്നിനും മാപ്പിളക്ക് മില്ലറ്റാക്കിയിട്ട് പാലിട്ട് അങ്ങനെ കൊടുത്തു. ഇതാതിന് പിന്നെ എന്തിപ്പോൾ മാഗി എന്തോ കൊടുത്തിട്ട് അങ്ങനെ എല്ലാത്തിനും വിട്ടിട്ട് അയച്ച് വരുന്നോളൂ. ഒരു നേരമുള്ളൊരു അപ്പം കറി ആക്കിയില്ലെങ്കിലേ എന്തോ ഒരു പണി. അതിനായിട്ടില്ലേ സാധാ നമ്മളെ ദോശയും കറിയാ അല്ല പത്തലും കറിയാ അല്ല മറ്റേ നമ്മളെ കലത്തപ്പം കറി എന്തെങ്കിലും ആക്കിയെങ്കിലേ ഒന്നിൽ തീരുന്നറിഞ്ഞാൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇടയിലൊരു ഉച്ച നേരത്തെ ഒരു ഇടിയപ്പന്മാരുടെ ഓർഡർ ഉണ്ടായി. അതെല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം ഇതൊരു വൈകുന്നേരം നമ്മളെ ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലാണ് കുതിരനെ ട്രെയിനിങ്ങിന് കൊണ്ടുവന്നതാ അല്ല പുല്ല് തിന്നാൻ കൊണ്ടുവന്നതാ എന്ത് കഥയെന്ന് അറിയില്ല. ഇടുന്നോ ഒരു കുതിരനെ 2 ആൾ കൊണ്ടുവന്നിട്ട് ഗ്രൗണ്ടിൽ കാണാത്ത കാഴ്ചല്ലേ, എപ്പോഴും അപൂർവം കാണുന്ന കാഴ്ചല്ലേ. അങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് പിള്ളേരെ കൊടുത്തിട്ട് വീഡിയോ എടുത്തതാന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ കുതിര വട്ടം കറങ്ങുന്നുണ്ട്. അയാളെന്തല്ലോ കുതിരയോട് പറയുന്നുണ്ട്. അയാളെ സ്ലാങ് നമുക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് കുതിരക്കടയും മനസ്സിലാകുന്ന എന്ത് കഥയെന്ന് അറിയില്ല.
അങ്ങനെ എടോ പോയിട്ട് വരുമ്പോഴേക്കില്ലേ രാത്രിയാന്നിരുന്നു നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ വെറുതെ നല്ല മഴ വരുമ്പോൾ ഇടയിൽ നല്ല മഴ വരുമ്പോൾ വെറുതെ ഒരു ചായ കുടിക്കാനൊരു മൂഡ്. അങ്ങനെ ചൂട് ചായയില്ല വേറെ ഫുഡെല്ലാം കഴിച്ചിട്ടായിരുന്നു, വേറെ ഒന്നും വേണ്ട, നല്ല ചക്കളിയും ചൂട് ചായയും കൂട്ടിയിട്ട് കഴിച്ചതാണ് നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട്. നല്ല മഴയില്ലെങ്കിൽ അങ്ങനത്തെ മഴ വരുന്നുണ്ട്. ഈ മഴ വല്ല വരുമ്പോൾ ഇങ്ങനെ ഡ്രൈവ് ആക്കിയിട്ട് പോകാൻ അതിനിങ്ങനെ നോക്കിയിരിക്കാനെല്ലാം എന്തോ ഒരു മഞ്ച. അങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ടായിട്ടില്ലേ പിന്നെ നമ്മൾ വർക്ക് വന്നതാണ്. ഇത് ഓരോ ഇടയിൽ കുറേ ദിവസം എടുത്ത വീഡിയോസ് എല്ലാം ക്ലിപ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തന്നെ എടുത്ത വീഡിയോ അല്ല. അപ്പോൾ മുമ്പത്തെല്ലാം വീഡിയോസെല്ലാം ഒരുമാതിരി തീർന്നു, ഇനിയും കുറച്ച് ബാക്കിയുണ്ട്, അതും ഞാനൊന്ന് തീർക്കട്ടെ. പിന്നെ ഞാൻ മേട്ടുപ്പാളയം പോയ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഫുള്ള് അടുത്ത സംഭവം, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം. അപ്പം മേട്ടുപ്പാളയം പോയിട്ട് എങ്ങനെ ഇതെന്തായാലും കുറേ ആളെന്നോട് ചോദിച്ചിന്. ഇൻഷാ അല്ലാ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നല്ല ചൂട് ദോശയും പരിപ്പ് കറിയാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയത്, എന്തോ ഉണ്ടാക്കിയതിന്. അപ്പോൾ ഇല്ലേ ദോശ എല്ലാം ഉണ്ടാക്കാണ്ട് കുറേ ദിവസമായി. ഒരിക്കൽ ഞാൻ ഇങ്ങനെ മെനു നല്ല കറക്റ്റായിട്ട് പോകുമായിരുന്നു. ദോശയും പരിപ്പും വരുന്ന പുട്ടും കടലയും വരുന്ന വെള്ളപ്പവും ചിക്കൻ കറിയാ, ചിക്കൻ്റെ ചാറ, വെജ് കുറുമയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചപ്പാത്തിയും കുറുമയോ അങ്ങനെ എന്തെങ്കിലും ആക്കും, അല്ലെങ്കിൽ പത്തിൽ കറി ചിക്കൻ കറിക്കുക ബീഫ് കറിക്കുക അങ്ങനെ എന്താ മെനു നല്ല ചിലക്ക് പോകും. ഓരോരിക്കും ബേനാകുമ്പോഴേക്കില്ലേ വേഗം വന്ന് ഒരു 7 മണിയാകുമ്പോൾ വന്ന് പച്ചരി അരിച്ച് നമ്മളെ പെട്ടെന്ന് റെഡിയാകുന്ന കലത്തപ്പയില്ലേ, കലത്തപ്പവും ബിയം കൂട്ടിയിട്ട് എടുക്കുക. ബേനയായെങ്കിൽ നല്ല മൂഡിൽ നല്ല രാവിലെ തന്നെ കറിയെങ്കിൽ നല്ല സാവധാനം നല്ല അടിപൊളി ഫുഡാക്കും. അങ്ങനെ എല്ലാവരും പോലെ തന്നെ ഓരോ ദിവസം എന്തോ ഒരു മടി പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നിങ്ങൾക്കില്ല എൻ്റെ മടി പിടിച്ചിട്ട് എന്നെ കാണിച്ചു തരാം. അന്നത്തെ ഫുഡും അന്നത്തെ സംഭവങ്ങളും എല്ലാം ഭയങ്കര മടിയാണ്. ഓർഡറിലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എനർജിയിൽ രാവിലെ തന്നെ എനിക്ക് ഓർഡറിലില്ലെങ്കിൽ ബയ്യെ കുറച്ച് ചെയ്യട്ടില്ല ആടെ തന്നെ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ലേറ്റാണ് പറഞ്ഞു എനിക്കുമ്പോൾക്ക് അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളക്കറിയാ പച്ചപ്പയറാന്ന് ഓർമ്മയില്ല. അങ്ങനെ അത് അടവുന്നുണ്ട്. അതിന് ശേഷം നല്ല വാങ്ങല കലമ്പൊരിച്ച് എടുക്കണ്ടേ, അതിന് നമ്മൾ തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുത്തിന്. അതിലേക്ക് കടുകിട്ട് വെളുത്തുള്ളി ഇട്ട് കറിവേപ്പിട്ട് മുളക് കൂട്ടിയിട്ട് നല്ല വാങ്ങലം സ്മെല്ല് വരുമ്പോൾ ഇല്ലേ നമുക്ക് ആ കറിക്ക് കൂട്ടി കൊടുക്കാം. ഈ മുളക് ഞാനിപ്പോൾ എന്താക്കാന്ന് പറയുമോ, ഒരു ചെറിയൊരു ടിന്നിലിട്ടിട്ടില്ലേ ചെറിയ പീസാക്കിയിട്ട് തന്നെ വെക്കുന്നത് മുളകിന് ഇടിമുളകിന് ഉണക്കമുളക്. അപ്പോൾ അത് കലം പോരുമ്പോഴേക്കില്ലേ വേഗം ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവർ വരുന്ന മുളക് ഉണക്കമുളക് ഇട്ടെങ്കിൽ ഉണ്ടാക്കാറെല്ലാം കിട്ടിയത് ഉണ്ടാക്കി നോക്കാവേ. വെള്ളമാണ് കിച്ചണിന്ന് കുടിച്ചു മൊത്തം തന്നെ രീതിൻ്റെ ആയിരുന്നു കുടിച്ചു. അസ്സലാമു അലൈക്കും. എന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ടാന്ന് ചോദിക്കും. എൻ്റെ പേര് പറയും. എൻ്റെ പേര് നീ പറയോളോട്. നീ ചെല്ലി പേരല്ലേ. നിന്റെ പേരെന്ത്? എല്ലാവർക്കും സുഖന്യാ ചോദിച്ചാ. എനിക്ക് പാട്ടെല്ലാം പാടാൻ അറിയുന്നില്ലേ? ഒരു പാട്ട് പാടും. കൊണ്ടല്ല പെണ്ണ ഇതുള്ള കടക്കണ പെണ്ണ വന്തല്ല പെണ്ണ കണ്ടനാരിക്കൊട്ട് കൽബിലൊന്നു ഒരു പൂമ്പിനാണറിച്ചു കൊടുക്കും. ഓക്കെ അമ്മ വോയിസ് കൊടുക്കുന്നത് നീ പോവേ, അമ്മ കൊടുത്തിട്ട് വരാ. ചക്കര വെള്ളം ദീദിയോട് നീക്കും. വീഡിയോ എടുക്കുമ്പോൾ എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എടുക്കാൻ വരും. ഞാൻ ഫാനെല്ലാം ഓഫാക്കിയിട്ട് ഡോറെല്ലാം അടിച്ചിട്ടല്ലേ വോയിസ് കൊടുക്കുന്നത്. എങ്ങനെ അവന് വന്നില്ല അങ്ങ് കയ്യേയില്ല അറിഞ്ഞ ഓരോരോ കാരണം പറഞ്ഞുകൊണ്ട് വരും ഇങ്ങനെ അങ്ങനെ. എന്നിട്ടാ നമ്മ കിച്ചണിലെന്തോ പണിയെടുക്കുന്നില്ല. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ സിറോട്ട ചൂടുന്നത്. അപ്പോൾ ഓനും വേണം എന്നിട്ടില്ലേ ചപ്പാത്തി കോലും സിറോട്ട എല്ലാം വേറെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അറിഞ്ഞവന്. അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ടായി. നമ്മളെ ഓർഡർ ഐറ്റംസും നമുക്ക് പെരക്ക് വേണ്ട ഐറ്റംസ് എല്ലാം അങ്ങനെ എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേള ഓയില് പിന്നെ മൈദ അതെല്ലാം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ കൊണ്ടുവെക്കും. മറ്റേ ബിരിയാണീൻ്റെ അരിയെല്ലാം എന്നാൽ നമുക്കതെല്ലാം ഓർഡർ പെട്ടെന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടാണ്ട് അതിന് വേണ്ടിയിട്ട് സ്റ്റോർ ആക്കിയിട്ട് തന്നെ വെക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ
മോന്തി ഒരു രാത്രിയാകുമ്പോൾ മച്ചുഞ്ചി മക്കളെല്ലാം വന്നിട്ടുണ്ടായി ഒത്തേക്ക്. അങ്ങനെ ഒരാടെ വന്നിട്ടാകുമ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ആക്കാം, എന്തെങ്കിലും ഇതാക്കാം, ഗെയിം ആക്കാം എന്നിട്ടില്ലേ. അങ്ങനെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിലുള്ള ഗെയിമില്ലേ അതാക്കിയിട്ടുണ്ടായി. അതിന് വേണ്ടിയിട്ട് മുട്ട വേവിച്ചത് അല്ല, മുട്ട ഉറന്നെ കൊടുക്കുന്നത്, മാഗി മുട്ട അല്ലല്ലോ ഉറന്നെ പ്ലാൻ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടില്ലേ. നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് പുറത്ത് കിച്ചണിൽ പുറത്ത് മുറ്റത്ത് ആക്കിയതാണ്. അപ്പോൾ പെപ്സിയും വേണമെന്നിട്ട് പെപ്സിയും മാഗിയും എല്ലാം റെഡി ആക്കിയിട്ട് അവരെല്ലാം വന്നെങ്കിലേ നല്ല പാകാന്ന് വെച്ചാൽ എൻ്റെ മക്കളെല്ലാം ഓരോ റീൽസ് ആയിക്കൊണ്ടും ഓരോ ഗെയിം കളിച്ചുകൊണ്ടും ഇതായിക്കൊണ്ടല്ലേ നല്ല മജയാണ്. നമുക്കൊരു ടൈം പോകുന്നത് അറിയില്ല. പക്ഷെ അവർക്ക് വരാൻ ടൈം കിട്ടുന്നില്ല, ഓരോ ക്ലാസ്സും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല തിരക്കില്ല രണ്ടാളും. അങ്ങനെ അപ്പോൾ അതാ ഐസ് ക്യൂബിലേക്ക് പെപ്സി എല്ലാം കൂട്ടിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ നോക്കട്ടെ, ഞാൻ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് കാണിക്കാം. ഇപ്പോൾ ഈ ഫുള്ളില്ല, പകുതിയുള്ള വലിയൊരു ബിഗ് ഗ്ലാസ്സിലല്ലേ ഫുള്ള് പെപ്സിനെ കൂട്ടുന്നുണ്ട്. അപ്പോൾ മാഗിയും പെപ്സിയും മുട്ടിയും എല്ലാം വെച്ചിട്ടില്ലേ ആർക്ക് നല്ലോണം ഫുഡ് കഴിക്കാൻ കഴിയുന്നത് അരച്ച് കെട്ടുന്ന നല്ല ചെല്ലിട്ടുള്ളൊരു ഗെയിമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ പിറ്റേ ദിവസം ഒന്ന് മടവൂര് പോയിട്ടുണ്ടായി. മടവൂര് പള്ളിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോലെ ഞാൻ വിളങ്ങൊരു വീഡിയോയിലെല്ലാം പറയുന്നില്ലേ, ഇത് കുറേ നേർച്ചുണ്ടായി നസ്രുവിൻ്റെ. എന്തെങ്കിലും ആകുമ്പോൾ ഞങ്ങൾക്ക് പുട നേർച്ചാക്കുന്നു, അങ്ങനെ നേർച്ചാക്കുന്നു, ഇങ്ങനെ നേർച്ചാക്കുന്ന നല്ല പണിയാണ്. അങ്ങനെ നസ്രുവിന് കുറേ നേർച്ചാക്കിയത് ബാക്കിയുണ്ടായി. അന്നൊരിക്കിൻ്റെ ഇടയിലൊരിക്കൽ പോയിട്ട് കൊടുത്തിനെ. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ കുറച്ച് 2-3 രൂപ ഒരു പുടയെല്ലാം ബാക്കിയുണ്ടായി. അങ്ങനെ അത് കൊടുക്കാൻ നിന്നിട്ടില്ലേ പോയിട്ടുണ്ടായി. അങ്ങനെ പോയിട്ട് ഇവിടുന്ന് രാത്രി നമ്മൾ ഇറങ്ങിയത് ഏകദേശം ഒരു 10 മണിയൊന്നും അതിനും തോന്നുന്നു ഇറങ്ങുമ്പോൾ. രാത്രി ഇറങ്ങിയിട്ടായിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്. അവിടെ എത്തുമ്പോഴേക്കന്നെ ഏകദേശം ഒരു 3 മണിയാണ് ശരിക്കും ഓർമ്മയില്ല, 3 മണിയാണെന്ന് തോന്നുന്നു. അതിൽ എത്തുമ്പോൾ നല്ല മഴയായിരുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ടെല്ലാം കുളിച്ചിട്ട് ഫ്രഷായിട്ട് ഉറങ്ങിയിട്ട് എണിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ മടവൂർ പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ പോയിട്ട് അവിടെ കുറച്ചോ പുട വിരിക്കുന്നത്, അങ്ങനത്തെ നേർച്ച ഇങ്ങനത്തെ നേർച്ച മറ്റേ നേർച്ച അങ്ങനത്തെ എല്ലാം ഉണ്ടായി. നമ്മൾ എന്തിനും ഞങ്ങൾക്ക് നല്ലൊരു ഇതാകുന്നത് മടവൂർ ഷേക്കിന് നേർച്ചാക്കി എങ്ങാന്നത്. ഇപ്പം നല്ല പണ്ട് ഉമ്മാൻ്റെ നാളെ നമ്മളെ ഉമ്മ നേർച്ചായിക്കൊണ്ട് ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് മടവൂർ ഷേക്ക് എന്നില്ലെങ്കിൽ ഉമ്മൻ്റെ അങ്ങനത്തെ ഒരു ഇഷ്ടം. കസിനോ തോന്നിയോ നേർച്ചാക്കുന്നോ അതാക്കുന്നു ഇതാക്കും ഉമ്മാക്ക്. നമുക്ക് മക്കൾക്ക് എന്തെങ്കിലും ആയെങ്കിൽ അപ്പം മടവൂർ ഷേക്ക് നേർച്ചാക്കിയിട്ട് ഓതിയിട്ട് ഇതാക്കിയിട്ട് എല്ലായി. പക്ഷേ അത് ഉമ്മാൻ്റെ ഇതുപോലെ തന്നെ അപ്പന്നെ നല്ല സുഖം കിട്ടുന്നത് ചെയ്യുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്കും അങ്ങനെ എന്തോ ഇതാക്കിയിട്ട് ടെൻഷനോടെ എന്തെങ്കിലും ഓതിയെങ്കിൽ ഇതാക്കിയെങ്കിലല്ലേ മടവൂർ ഷേക്കിൻ്റെ ഇതിൽ നല്ല 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 ഗുണം കിട്ടുന്നു. മാഷാ അല്ലാഹ്. അങ്ങനെ ഇതാ ഞാൻ എല്ലാം പുടയെല്ലാം മേങ്ങിയിട്ട് എല്ലാം പള്ളിയിൽ പോയിട്ട് പിരിച്ചിട്ട് ഇതാക്കിയിട്ട് എല്ലാം വന്നതാണ്. അപ്പോൾ അന്ന് ഞമ്മ ഉമ്മാനെ കൊണ്ടുവരുമ്പില്ലേ ബസ് ട്രാവലാക്കിയിട്ട് മരിക്ക് വന്നിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ഫാമിലി എല്ലാവരും. അപ്പോൾ ഉമ്മാനെ അന്ന് വീൽ ചെയറിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഉമ്മാക്കില്ല ഞമ്മ ഇങ്ങനെ വരുമ്പോൾ വിചാരിക്കുന്നത് ഇപ്പം ബസ്സും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഉമ്മാനെ കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ ഈ ബാത്റൂമിൽക്കെല്ലാം ഇവിടെ എങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ ഞങ്ങൾ ഉള്ളിൽ പേടിച്ചോണ്ടേ. പിന്നെ ഞമ്മ മക്കളെല്ലാവരും ഉണ്ടല്ലോ, പ്രശ്നമില്ല നോക്കാം പോവാന്നല്ലേ ഇങ്ങനെ പോയതാണ്. ആടേക്ക് എത്തുമ്പോൾ മാഷാ അല്ലാഹ് വണ്ടിയിൽ നിന്ന് നമ്മൾ ഇറക്കി എന്നിട്ട് അവിടെ തന്നെ വീൽ ചെയർ ഓറന്നെ പള്ളീൻ്റെ വക വീൽ ചെയറുണ്ട് അതെല്ലാം തന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതായിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയിട്ട് നമ്മൾ ഇങ്ങനെ ബേജാറിലുണ്ടത് ഇങ്ങനെ ഉമ്മാനെ കൊണ്ടുവന്ന് നിന്നിട്ട് നമുക്കിങ്ങനെ പൊന്തിക്കാൻ ഇതാക്കാൻ എന്ത് കഴിയുന്നില്ല ഉമ്മാനെ. ഇടുങ്ങിയ ബാത്റൂമല്ലേ അപ്പോൾ ആടെല്ലാം എന്താ ഉപ്പാ എന്നിട്ട്. പക്ഷെ മാഷാ അല്ലാഹ് ആടെ എത്തിയിട്ടില്ലേ ഇങ്ങനെ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ ആരെയും അറിയില്ല. ഒരു കണ്ണിട്ടിട്ട് ഒരു പെണ്ണുങ്ങ നമ്മളൊരു ബേസൊന്നുമല്ല സാധാരണ ഒരു ചെറുപ്പക്കാരത്തി പോലത്തെ ഒരു പെണ്ണുങ്ങ. അതൊരു ചെറിയ കിടാവുണ്ടായി അവളുടെ കയ്യിൽ. ആ കിടാവിനെ ആരോ കൊടുത്ത് ഉമ്മാനെ വേഗം ഞമ്മ പറഞ്ഞിട്ടോ ചോദിച്ചിട്ടോ എന്തില്ല ഉമ്മാനെ ഇങ്ങനെ നേരെ താങ്ങിയ പോലെ പിടിച്ചിട്ടില്ലേ ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇരുത്തിയതും. എന്നിട്ട് നമ്മൾ കുളിപ്പിച്ചിട്ട് അവളവിടെ പുറത്ത് വെയിറ്റ് ആക്കിയിട്ട് നിന്ന് വേഗം ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാകുമ്പോൾ പൈലോട്ട് അങ്ങനെ ഉമ്മാനെ കൈ പിടിച്ചിട്ട് വീൽ ചെയറിൽ ഇരുത്തിയിട്ടില്ലേ ആ നിസ്കാര റൂമോളം കൊണ്ടുവിട്ട്. മാഷാ അല്ലാഹ് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതം പോലെ അതിനകത്ത് ആര് ഏടുന്ന് വന്ന് എന്ന് ഇപ്പോഴും നമുക്ക് വിചാരിക്കുമ്പോഴല്ലേ ഭയങ്കര ഒരു അത്ഭുതം തന്നെ തോന്നുന്നത്. അത് ഞങ്ങൾ തിക്കിലും തിരക്കിലും ആളെന്ന് പറഞ്ഞിട്ടില്ല അതിൽ പോകാൻ കഴിയുന്നില്ല. ഞാൻ അധികം ആൾ തന്നെയല്ല ഉണ്ടാകുന്നത്. ഷ്യൂർ ബേയും വിളിച്ചാൽ ഒന്നിട്ട് ഉമ്മാനെ ഉള്ളിലേക്ക് എന്നിൻ്റെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഞമ്മടെ സീനെല്ലാം ഓതുമ്പോൾ കടന്നെ എത്തിയിട്ടില്ലേ. പിന്നെ കാണുന്നേലും ഒരു പോക്ക് പോയി ഉമ്മാനെ ഉള്ളിലാക്കിയതിന് ശേഷം അത് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് നമുക്ക് എന്ത് ചെല്ലുമ്പോൾ എന്താ ആ ഒരു അത്ഭുതം ഒരു മനസ്സിൽ നിന്ന് പോന്നേയില്ല. അങ്ങനെ
അപ്പോൾ അതെല്ലാം മടവച്ചേക്കിൻ്റെ ആടെല്ലാം പോയിട്ടെല്ലാം നോക്കിയിട്ടെല്ലാം അതിന് ശേഷം ഇല്ലേ പിന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് മാളിൽ കയറിയിട്ടുണ്ടായി. എന്ത് മേങ്ങാനൊന്നുമില്ലപ്പാ, എന്ത് മേങ്ങാനുള്ളൊരു മൂടുമില്ല ഇപ്പോൾ. പിന്നെ പിള്ളേർക്കൊരു ഇതല്ലേ, പിള്ളേർക്ക് ചില്ലെങ്കിൽ ഇതാക്കിയാൽ അറിയുന്നില്ലല്ലോ. പിള്ളേർ ഒരു പുൽസാട്ടിലിട്ടില്ലേ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് മാളിൽ കയറിയിട്ട് ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ടായിട്ട് എന്ത് മെയിനായിട്ട് എന്ത് മെയിനാണ് ഒരു ചീന ചട്ടി വാങ്ങിയിട്ടുണ്ട്. ചട്ടി കാണുമ്പോൾ നമുക്കൊരു തട്ടൽ മുട്ടലല്ലേ, അത് ഞാൻ വേണം, അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. നല്ലൊരു എൻ്റെ മനസ്സിലൊരിങ്ങനെ ഞാനൊരു വെച്ചിട്ടുണ്ടായ ചീന ചട്ടി അത് വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം ഇല്ലേ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടുണ്ടായിട്ട് മടവൂരിൽ കഴിക്കാതെ അവിടെ കഴിക്കാനൊരു സെറ്റായിട്ടില്ല. പിന്നെ അവിടുന്ന് വന്ന് പിന്നെ ഇങ്ങോട്ട് എത്തി അങ്ങനെ ഇങ്ങനെ പിന്നെ ലേറ്റായി. ഇപ്പോൾ ഏകദേശം ഒരു 5:30 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് തന്നെ കഴിഞ്ഞ് നാസ്റ്റാക്കാൻ വെച്ചിട്ടില്ലേ എല്ലാവരും നാസ്റ്റാക്കിയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് പോകുന്നതാണ് തന്നെ. ഒരു ദിവസം ഉണ്ടായി, പിറ്റേ ദിവസം നമ്മൾ അവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ തന്നു ബ്രൗണിയാണ് സ്പോഞ്ച് കേൾക്കാൻ തോന്നിയിട്ട് എടുത്തിട്ടും കഴിച്ചിട്ടും ടേസ്റ്റ് നോക്കുന്നെല്ലാം ഉണ്ട്. എനിക്ക് വലിയ വാങ്ങണ്ടായിട്ടില്ല. അങ്ങനെ 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 അങ്ങനത്തെ കഥ. അങ്ങനെ ഞാൻ മടങ്ങി പോകുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 12 രാത്രി 1 മണിയായിന്. മഹൽ നല്ല എനർജിയിലുണ്ട്. മങ്കിയാണെങ്കിൽ കാറ് പിടിച്ചിട്ട് തൂങ്ങുന്ന ഞാൻ ഒരു ആടുന്ന് ഇങ്ങോട്ടേക്കില്ലേ ഒരു ഷോളെല്ലാം കെട്ടിയിട്ടുണ്ടായി ഉറങ്ങാൻ വേണ്ടിയിട്ട് സാരിയിൽ. നല്ല മജയായിനറിഞ്ഞു എനിക്ക്. അപ്പോൾ ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 8, 9, 11, 12 ആ ഒരു ടൈം എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്പീഡൊന്നും വന്നില്ല, തിരക്കില്ലാതെ മെല്ലെ അടിപ്പാടിയിട്ട് മെല്ലെ വന്നാൽ മതി. നമുക്കത് അമ്പരപ്പില്ല, നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇത്. പിന്നെ അങ്ങനെ മെല്ലെ വന്നിട്ട് അതിന് ശേഷം പിന്നെ ഞമ്മ പൊരക്കെത്തി കിടന്നിട്ട് ഉറങ്ങി. പിള്ളേരെല്ലാം സ്കൂളിൽ പോയി. പിന്നെ ഉറങ്ങിയിട്ടെല്ലാം എണിച്ചിട്ട് അതിന് ശേഷം ഒരു മൂടായി നല്ലൊരു ചോറും കറി വേവിക്കണമെന്ന്. അങ്ങനെ എണിച്ചിട്ട് ഞാൻ സ്റ്റോറിലരിയാന്ന് വെച്ചത് വേവാൻ വേണ്ടിയിട്ട് സ്റ്റോറിലരിയും വെച്ച് വേളയും വെണ്ടക്ക എന്നിട്ട് മുരിങ്ങയിട്ടിട്ട് ഒരു കറി വെച്ച് പിന്നെ അലസണ്ട കുറവില്ല അതുമായി പിന്നെ ഒരു മാങ്ങയും ഓംപ്ലേറ്റ് എല്ലാം ആക്കിയിട്ട് മസാല നല്ല ചോറ് വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്ക് കമൻറ്റ് എന്തായാലും ഇടണം. നിങ്ങളെ കമൻറ്റ് റിപ്ലൈ എല്ലാം ഞാൻ ഇടാം. എനിക്ക് ഞാൻ നിങ്ങളെ കമൻറ്റ് എല്ലാം കാണുന്നുണ്ട്. മഷാല്ല ഒരാൾ ഞാനത്തെ വീഡിയോ ഒക്കെ കമൻറ്റ് ഇടാൻ കഴിയുന്നില്ല, ഇപ്പുറത്തെ വീഡിയോ ഒക്കെ വന്നിട്ടില്ല കമൻറ്റ് ഇട്ടിട്ട് കുറേ ആളെ ഇതുമായിരുന്നതിന് മഷാല്ല. അപ്പോൾ നിങ്ങളെ കമൻറ്റെല്ലാം ഞാൻ വായിക്കണമെങ്കിൽ നിങ്ങൾ പറയാമോ കമൻറ്റ് വായിക്കണമെന്ന്. അപ്പോൾ എല്ലാവരും കമൻറ്റും ലൈക്കും ഓക്കെ കമൻറ്റിലിട്ട് നിറച്ച്